ഒരു പെൺകുട്ടിയുടെ പേര് ലോകം ഓർമ്മിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ചിലർ അഭിനയത്തിലൂടെ, ചിലർ രാഷ്ട്രീയത്തിലൂടെ, ചിലർ ശാസ്ത്രത്തിലൂടെ. പക്ഷേ ഒരു പെൺകുട്ടിയുടെ പേര് ലോകം ഓർമ്മിച്ചത് അവൾ അനുഭവിച്ച ഭീകരത കൊണ്ടും അതിനേക്കാൾ വലിയ ധൈര്യം കൊണ്ടും ആണെങ്കിൽ എത്ര ചിന്തിപ്പിക്കേണ്ടെന്ന വിഷയമാണ്. സ്വന്തം ഗ്രാമം കൺമുന്നിൽ തകർന്നു പോകുന്നത് കണ്ട് ഒരു പെൺകുട്ടി, സ്വന്തം കുടുംബത്തെ നഷ്ടപ്പെട്ട ഒരു മകൾ, മരണത്തേക്കാൾ മോശമായ അന്ധകാരത്തിലൂടെ കടന്നുപോയിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന്, ഞാൻ സംസാരിക്കുമെന്നും ഞാൻ മിണ്ടാതിരിക്കയില്ല എന്ന് ലോകത്തിലോട്ട് വിളിച്ചു പറഞ്ഞ ഒരാൾ. അതാണ് നാദിയ മുറാദ്. നാദിയ മുറാദിൻ്റെ ജീവിത അനുഭവങ്ങളെ വിവരിക്കുന്ന ഒരു പുസ്തകമാണ് ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് അല്ലെങ്കിൽ പരിചയപ്പെടുത്തുവാനായിട്ട് പോകുന്നത്. പുസ്തകപ്പുഴു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദി ലാസ്റ്റ് ഗേൾ എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ അതിൻ്റെ വ്യത്യസ്തത നമുക്ക് മനസ്സിലാവും. ഈ വീഡിയോയിൽ ഞാൻ ഈ പുസ്തകത്തിൻ്റെ കഥ നിങ്ങളോട് പറയാം. പക്ഷേ അത് വെറും ഒരു കഥയാണെന്നുള്ള രീതിയിൽ വായിച്ച് പോകുവാനായിട്ട് ആരും ശ്രമിക്കരുത്. മറിച്ച് എന്താണ് സംഭവം, അതിൻ്റെ പശ്ചാത്തലം എന്താണ്, ഈ പുസ്തകം എന്താണ് നമ്മളോട് പറയുന്നത്, ആരാണ് നാദിയ എന്ന പെൺകുട്ടി, അവളുടെ ജീവിതം എങ്ങനെ ഒരു വ്യക്തിയുടെ ദുരന്തത്തിൽ നിന്ന് ലോകത്തിൻ്റെ മനസാക്ഷിയിലേക്ക് ഉയർന്നു എന്നത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി, ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഈ പുസ്തകം നമ്മൾ വായിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ആരാണ് നാദിയ എന്ന് പറയുന്ന പെൺകുട്ടി? ആ കൊച്ചു പെൺകുട്ടിയുടെ ജീവിതം ആദ്യം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയാം. നാദിയ മുറാദ് ഇറാഖിലെ കൊച്ചോ എന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച യസീദി പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പുസ്തകം ഒരാളുടെ മാത്രം കഥയല്ല. ഇത് ഒരു സമൂഹത്തിൻ്റെ കഥയാണ്, ഒരു വിശ്വാസത്തിൻ്റെ കഥയാണ്. വളരെ ചെറിയ സമൂഹമായ യസീദികൾ വർഷങ്ങളായിട്ട് തെറ്റിദ്ധാരണകൾക്കും അക്രമങ്ങൾക്കും ഇരയായി കൊണ്ടിരിക്കുന്ന ഒരു സമയം. നാദിയയുടെ ബാല്യം നമ്മൾ നോക്കുമ്പോൾ ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടി, കുടുംബം, സഹോദരങ്ങൾ, വീട്ടുവളപ്പുകൾ, ചില ചെറിയ സ്വപ്നങ്ങൾ, വിവാഹ ചടങ്ങുകൾ, ഗ്രാമജീവിതം, സ്കൂൾ, സലൂൺ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളുള്ള ഒരു പെൺകുട്ടി. അവളുടെ ലോകം വളരെ വലുതായിരുന്നില്ല. അവളുടെ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചെറിയ ചെറിയ പെൺകുട്ടികളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് അവൾക്കുണ്ടായിരുന്നത്. പക്ഷേ അതിൽ സ്നേഹമുണ്ടായിരുന്നു. സമൂഹത്തിൽ സുരക്ഷയുണ്ടെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അവൾക്ക് നല്ലൊരു കുടുംബം ഉണ്ടായിരുന്നു. നാളെ എന്നൊരു പ്രതീക്ഷ അവൾക്കുണ്ടായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ വലിയ ശക്തി അതാണ്. നാദിയ നമ്മളോട് പറയുന്നത്, ഭീകരതയെക്കുറിച്ച് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്തായിരുന്നു എന്നതാണ് ആമുഖമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നത്. കാരണം ഒരു ദുരന്തത്തിൻ്റെ വലിയ വലിപ്പം മനസ്സിലാക്കുവാൻ അതിനു മുൻപുണ്ടായിരുന്ന ജീവിതത്തിൻ്റെ ചുറ്റുപാട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇതാണ് നാദിയയുടെ ബാല്യം അല്ലെങ്കിൽ ആമുഖമായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കും. ഇതിനു ശേഷം ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ നാദിയയുടെ ഗ്രാമത്തിൻ്റെ തകർച്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. പിന്നീട് ചരിത്രം മാറുന്ന ഒരു ദിവസം അവിടെ നടക്കുന്നു. ആ ഭീകര ആക്രമണം തുടങ്ങുമ്പോൾ അതൊരു രാഷ്ട്രീയ വാർത്തയായി മാത്രം വായിക്കാവുന്ന കാര്യമല്ല. അത് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങളുടെ വാതിൽക്കൽ എത്തുന്ന സംഭവമായിരുന്നു. നാദിയയുടെ ഗ്രാമമായ കൊച്ചോയിലും ആ ഭയം പതുക്കെ കയറി വരുന്നു. ആദ്യമായി വരുന്ന മാറ്റം വെടിയൊച്ചകളാണ്. ആദ്യമായി വരുന്ന മാറ്റം അനിശ്ചിതത്വമാണ്. ഇനി എന്താകും, നാളെ എന്താകും, ആര് നമ്മളെ രക്ഷിക്കും, എങ്ങനെ നമ്മുടെ ഭാവിയായി തീരും, ഇവിടെ നിൽക്കണോ ഓടണോ, ഈ ചോദ്യങ്ങളൊക്കെയാണ് ആദ്യം അവരുടെ മനസ്സിലേക്ക് വന്നത്. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാവും. ദുരന്തം ഒരൊറ്റ നിമിഷത്തിൽ പൊട്ടിത്തെറിക്കുന്നില്ല. അതിനു മുൻപ് മുന്നറിയിപ്പുകൾ ഉണ്ടാകും. അവഗണിക്കപ്പെട്ട അനേക സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവാം. വിശ്വസിച്ച സുരക്ഷാ വാഗ്ദാനങ്ങൾ തകരുന്ന കാഴ്ച. നാദിയയുടെ എഴുത്ത് ഇവിടെ അതിശയകരമാണ്.
അവൾ വലിയ രാഷ്ട്രീയ ഭാഷ ഉപയോഗിക്കുന്നില്ല. അവൾ പറയുന്നത് ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ അനുഭവിച്ച ഭയമാണ്. അതുകൊണ്ടാണ് വായനക്കാർ ഈ പുസ്തകം ചരിത്രം പോലെ നോക്കി കാണുന്നത്. വീട്ടുവാതിൽക്കൽ മുന്നിൽ സംഭവിക്കുന്ന കാര്യം പോലെ തോന്നുന്നത്. അവിടെ നിന്ന് കഥ ഇരുട്ടിലേക്ക് നീങ്ങുന്നതായി കാണുന്നു. കൊച്ചു എന്ന ഗ്രാമം അവിടെ തകർന്നു വീഴുകയാണ്. ഒരു ഗ്രാമം മാത്രമല്ല, ഒരു ജീവിതം തന്നെ, ഒരു വിശ്വാസം തന്നെ, ഒരു കുടുംബ സമൂഹം തന്നെ അവിടെ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥ. പെൺകുട്ടിയുടെ സുരക്ഷാബോധം എല്ലാം ഒരുമിച്ച് തകർന്നു വീഴുന്നു. ഇതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും വേദനയേറിയ ഭാഗങ്ങൾ. കാരണം ഇവിടെ നാദിയ സ്വന്തം വേദന മാത്രം പറയുന്നില്ല. എന്നെപ്പോലുള്ള അനേക പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് അവൾ ആ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ഒരു വ്യക്തിയുടെ ഒരു പുസ്തകമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം അനേകർ അനുഭവിച്ച ഭീകരതയുടെ വേദനയുടെ ഒരു പുസ്തകമായിട്ട് ആയിരിക്കുന്നു. അത് ഒരേ സമയം സാക്ഷ്യപത്രം കൂടിയാണ്. ഇതാണ് ഈ ഒരു പശ്ചാത്തലം. ഇതിനുശേഷം ഒരു ഇരുണ്ട അധ്യായമാണ് ഈ പുസ്തകത്തിൻ്റെ മധ്യഭാഗം. വളരെ ഭാരം കൂടിയ വാക്കുകളാണ് അതിലുപയോഗിച്ചുള്ളതായി എനിക്ക് മനസ്സിലായത്. അതിനാൽ ഞാൻ ഇവിടെ വളരെ ശ്രദ്ധയോടെ പറയാം. ആ ഭീകരരുടെ കയ്യിൽ പെട്ട ശേഷം നാദിയ അനുഭവിച്ചത് വെറും തടങ്കൽ മാത്രമല്ല, അത് മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ഒരു ക്രൂര സംവിധാനത്തിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കയറുന്ന ഒരു കാര്യം. ഒരു പെൺകുട്ടിയുടെ പേര്, മതം, ശരീരം, സ്വാതന്ത്ര്യം, ശബ്ദം എല്ലാം കവർന്നെടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഇരുണ്ട ലോകം. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ പുസ്തകം ഒരു കാര്യത്തിൽ വളരെ ശക്തമാകുന്നു. നാദിയ സ്വന്തം അനുഭവങ്ങൾ വളരെ സെൻസേഷണലായിട്ട് പറയുന്നില്ല. അവൾ അത് സാക്ഷ്യം പോലെ പറയുകയാണ്. ലോകം മറക്കാതിരിക്കാനായി, ഇത് സംഭവിച്ചു എന്ന് രേഖപ്പെടുത്താനായി, വായനക്കാരായി നമുക്ക് വളരെ അസ്വസ്ഥത തോന്നുന്ന രീതിയിൽ. പക്ഷേ അതാണ് ഈ പുസ്തകത്തിൻ്റെ സത്യസന്ധതയും. ചില പുസ്തകങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കും, ചില പുസ്തകങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കും, പക്ഷേ ചില പുസ്തകങ്ങൾ നമ്മെ സാക്ഷിയാക്കി മാറ്റും. ദ ലാസ്റ്റ് ഗേൾ അത്തരത്തിലൊരു പുസ്തകമാണ്. ഇവിടെ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ച ഒരു കാര്യം, നാദിയയുടെ എഴുത്തിൽ ഞാൻ തകർന്നുപോയി എന്നൊരു സങ്കടം പക്ഷേ അതിൻ്റെ അടിയിൽ ഒരു വാക്ക് എപ്പോഴും കത്തിക്കൊണ്ടേയിരുന്നു. ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന ആ ഒരു വാക്ക്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഹൃദയം. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും, ഇത്രയും കഴിഞ്ഞിട്ടും എങ്ങനെ ഇതിൽ വിഡ്സ്റ്റാൻഡ് ചെയ്യുവാൻ, അതിനെ തരണം ചെയ്യുവാനായിട്ട് സാധിച്ചു. അവിടെ തന്നെയാണ് നാദിയ എന്ന കഥാപാത്രം അല്ലെങ്കിൽ വ്യക്തിക്ക് ശക്തിയായിട്ട് മാറുന്നത്. അവൾക്ക് അത്ഭുതകരമായ ശക്തി ഉണ്ടായിരുന്നു എന്നല്ല, അവൾ ഭയപ്പെട്ടില്ല എന്നുമല്ല, അവൾ കരഞ്ഞില്ല എന്നുമല്ല. അവർ പലപ്പോഴായിട്ട് തകർന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ തകർന്ന ഒരാൾ പോലും ഒരു ദിവസം വീണ്ടും എഴുന്നേൽക്കുമെന്ന് ഈ പുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. ആ രക്ഷപ്പെടലിൻ്റെ കാര്യമാണ് പിന്നീടുള്ള ഭാഗത്ത് പറയുന്നത്. ഒരു ഘട്ടത്തിൽ നാദിയ ഈ ഇരുണ്ട ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ ഇവിടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യം ഇതാണ്: രക്ഷപ്പെടൽ എന്നതൊരു വാതിൽ കടന്ന് ഇറങ്ങുന്നതോടെ അവസാനിക്കുന്നില്ല. ശരീരം രക്ഷപ്പെടാം, പക്ഷേ ഓർമ്മകൾ, ആ കുടുംബത്തെ നഷ്ടപ്പെട്ട വേദന, സ്വന്തം ഗ്രാമം ഇനി പഴയതുപോലെ ഇല്ലെന്നുള്ള ബോധം, ലോകം മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം ഉള്ളിൽ സമയം നിൽക്കുന്നത് പോലെ തോന്നുന്ന ഒരവസ്ഥ, ഇതെല്ലാം നാദിയയുടെ കഥയിൽ ഉണ്ട്. അവൾ രക്ഷപ്പെട്ടു, പക്ഷേ ജീവിച്ചിരിക്കുക എന്നതും വീണ്ടും ജീവിക്കാൻ തുടങ്ങുക എന്നതും രണ്ടും രണ്ടാണ് എന്ന് പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു ശക്തി. പല സർവൈവൽ സ്റ്റോറീസും നമ്മൾ എസ്കേപ്പാണ് അതിൻ്റെ ക്ലൈമാക്സ് ആയിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇവിടെ എസ്കേപ്പ് കഴിഞ്ഞാണ് മറ്റൊരു യാത്ര തുടങ്ങുന്നത്. അതാണ് ഹീലിങ്ങിൻ്റെ യാത്ര. അതാണ് മെമ്മറിയുമായി ജീവിക്കുന്ന ആ സ്ത്രീയുടെ ജീവിതം. അത് ഷെയ്മിനെ സൈലൻസ് ആക്കാതെ ആ ഒരു യാത്ര സത്യം ആക്കാനുള്ള യാത്രയായിട്ട് മാറുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ചരിത്രം. ഒരു ഇരയിൽ നിന്ന് ലോകവേദിയിലെ ശബ്ദമായിട്ട് നാദിയ മുറാദ് ആ രക്ഷപ്പെടലിന് ശേഷം തുടങ്ങുകയാണ്. ഒരു രക്ഷപ്പെടൽ എന്നതല്ല ഈ കഥയിലെ ക്ലൈമാക്സ്. അതിനുശേഷം അവൾ ശബ്ദമുയർത്തിയതും
അവളുടെ ജീവിതവും ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രചോദനമായ മാറ്റം ഈ ഒരു ഭാഗത്താണ് കടന്നു വരുന്നത്. ഒരിക്കൽ ലോകത്തിൻ്റെ ഏറ്റവും ക്രൂരമായ അനുഭവങ്ങളിൽ ഒന്നിലൂടെ കടന്നുപോയ ഒരു പെൺകുട്ടി പിന്നീട് ഐക്യരാഷ്ട്ര സഭയുടെ വേദിയിൽ നിന്ന് സംസാരിക്കുന്നു. അവർ ഇനി ഒരു വിക്ടിം ആയി മാത്രം നിൽക്കുന്നില്ല, അവളൊരു വിറ്റ്നസ് ആകുന്നു, ഒരു ആക്ടിവിസ്റ്റ് ആകുന്നു, ഒരു വോയിസായി മാറുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട മാറ്റമാണ്. നാദിയ പ്രതികാരം തിരഞ്ഞെടുക്കുന്നില്ല, അവൾ മറക്കാനും തിരഞ്ഞെടുക്കുന്നില്ല, അവൾ സംസാരിക്കുവാനാണ് തിരഞ്ഞെടുക്കുന്നത്. നാദിയയ്ക്ക് മനസ്സിലായ ഒരു കാര്യം, മിണ്ടാതിരിക്കുന്നത് കുറ്റവാളികളെ സഹായിക്കും. പക്ഷേ സത്യം പറയുന്നത് എത്ര വേദനയുള്ളതായാലും ചരിത്രത്തിനത് സാക്ഷിയായിട്ട് മാറും എന്നൊരു ബോധ്യം നാദിയയ്ക്ക് ഉണ്ടായിരുന്നു. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ശക്തമായി തോന്നിയത് ഇതാ: ധൈര്യമെന്നത് ഭയമില്ലാത്ത അവസ്ഥയല്ല. ധൈര്യമെന്നത് ഭയത്തോടെ നിൽക്കുകയും വിറച്ചുകൊണ്ടിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന നിമിഷമാണ്. അതിനാലാണ് നാദിയയുടെ യാത്ര അത്ര വലിപ്പമുള്ളതായി മാറുന്നത്. അവൾ തൻ്റെ കഥ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഇനിയും മടങ്ങിയെത്താത്ത എത്രയോ പെൺകുട്ടികൾക്കായി, മരിച്ച അനേക വ്യക്തികൾക്കായി, മറയ്ക്കപ്പെട്ട അനേക വ്യക്തികൾക്കായി, കാക്കപ്പെടാൻ കഴിയാത്ത അനേക പ്രശ്നങ്ങൾ സംഭവിച്ച വ്യക്തികൾക്കായി, ഇത് സംഭവിച്ചിട്ടില്ല എന്ന് ഒരിക്കലും ആരും പറയാതിരിക്കാനായിട്ട് ആണ് അവൾ ഈ സത്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ദ ലാസ്റ്റ് ഗേൾ എന്ന പുസ്തകം വായിച്ച ശേഷം നമ്മൾ എന്താണ് എടുത്തുകൊണ്ട് പോകുന്നത്? ചരിത്രം വാർത്തകളിൽ മാത്രം ഉണ്ടാകുന്നില്ല. അതുപോലെ ഒരാളുടെ ശബ്ദം ചരിത്രമായി മാറുവാൻ എല്ലാ സാധ്യതയുമുണ്ട്. നാദിയ ഒരു സൈന്യം നയിച്ചിട്ടില്ല, അവളൊരു രാജ്യം ഭരിച്ചിട്ടില്ല. പക്ഷേ അവൾ തൻ്റെ കഥ വളരെ സത്യസന്ധമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ചിലപ്പോൾ അത്രയൊക്കെ മതി ലോകം കണ്ണു തുറക്കുവാനായിട്ട്. സർവൈവർ എന്ന വാക്കിന് പുതിയ അർത്ഥം നൽകുന്ന ഒരു പുസ്തകം. ജീവിച്ചു രക്ഷപ്പെട്ട ഒരാൾ എന്നതിലുപരി തൻ്റെ മുറിവുകളെ മറച്ചു വയ്ക്കാതെ അവയെ സാക്ഷ്യമായി മാറ്റിയ ഒരാൾ, അതാണ് നാദിയ. ഈ പുസ്തകം നമ്മളെ അസ്വസ്ഥരാക്കും, പക്ഷേ അത് നല്ലതാണ്. കാരണം ചില അസ്വസ്ഥതകൾ മനുഷ്യനെ കൂടുതൽ മനുഷ്യനാക്കി മാറ്റും. നമ്മൾ കാണുവാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ലോകത്ത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ എവിടെയായിരുന്നു എന്ന ചോദ്യമെങ്കിലും നമ്മോട് തന്നെ ചോദിക്കുവാനായിട്ട് ഇടയാകും. കരുണയും നീതിയും വേർതിരിക്കാനാവാത്തവയാണ് എന്ന ഒരു ബോധ്യവും കൂടെ ഈ പുസ്തകത്തിൽ തരുന്നുണ്ട്. ഒരു ദുരന്തത്തെക്കുറിച്ച് കേട്ട് വിഷമിക്കുന്നത് മാത്രം മതി എന്നതിലല്ല, അതിനെ അംഗീകരിക്കുകയും അതിനെതിരെ സംസാരിക്കുകയും നീതി ആവശ്യപ്പെടുകയും ചെയ്യണമെന്ന് ഈ പുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ദ ലാസ്റ്റ് ഗേൾ എല്ലാവരും എളുപ്പത്തിൽ വായിക്കാൻ കഴിയുന്ന ഒരു പുസ്തകമല്ല. ഇത് ഇമോഷണലി വളരെ ഡ്രെയിനിങ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ പുസ്തകം ഒന്ന് അടച്ചു വച്ചെങ്കിൽ കൊള്ളാം എന്ന് തോന്നിപ്പോവും. പക്ഷേ അതേസമയം ഇത് വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. കാരണം ഇത് നമ്മളെ ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. കണക്കുകളെ പിന്നിലുള്ള മനുഷ്യനെ കാണിച്ചു തരുന്നു. ആയിരക്കണക്കിന് ആളുകൾ എന്ന ഹെഡ്ലൈനിന് പിന്നിൽ ഒരു പെൺകുട്ടിയുടെ മുഖം, അവളുടെ അമ്മ, സഹോദരൻ, ഗ്രാമം, സ്വപ്നങ്ങൾ ഇവയെല്ലാം ഉണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുക. നാദിയ മുറാദ് ഈ പുസ്തകത്തിൽ സാഹിത്യ അലങ്കാരങ്ങൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല. മറിച്ച് അവളുടെ ശക്തി വേറെയാണ്. ആ ശക്തിയാണ് സത്യസന്ധത. അവൾ എഴുതുമ്പോൾ അവളൊരു കഥ വായിക്കുന്നില്ല, നമ്മൾ ഒരു സാക്ഷ്യം കേൾക്കുന്നത് പോലെ ആ പുസ്തകം വായിച്ചു വരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ബയോഗ്രഫികൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, ചരിത്രവും മനുഷ്യാവകാശവും സ്ത്രീകളുടെ ജീവിത സമരവും കുറിച്ച് വായിക്കുവാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ, ഒരു പുസ്തകം നിങ്ങളെ മാറ്റിമറിക്കണം എന്ന് നിങ്ങൾ കരുതുന്ന ആളാണെങ്കിൽ, ദ ലാസ്റ്റ് ഗേൾ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കേണ്ടുന്ന ഒരു പുസ്തകം തന്നെയാണ്. ഈ ഒരു പുസ്തകം ചിലപ്പോൾ
നമ്മളെ രസിപ്പിക്കും. ചില പുസ്തകങ്ങൾ നമ്മളെ രസിപ്പിക്കും, ചില പുസ്തകങ്ങൾ നമ്മെ കരയിക്കും. പക്ഷേ വളരെ അപൂർവമായി മാത്രം പുസ്തകങ്ങളെ നമ്മളെ സാക്ഷിയാക്കി മാറ്റും. ദ ലാസ്റ്റ് ഗേൾ അത്തരത്തിലൊരു പുസ്തകമാണ്. ഇത് വായിച്ച ശേഷം നാദിയ എന്ന ആ ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഒരിക്കലും മറക്കാനായിട്ട് പോകുന്നില്ല. കൊച്ചോ എന്ന ഗ്രാമത്തെ നിങ്ങൾ മറക്കത്തില്ല. ആ ഒരു സമൂഹത്തെ മറക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതിലും പ്രധാനമായി മനുഷ്യൻ എത്ര ക്രൂരനാകാം എന്നുള്ളത് ഒരിക്കലും നമുക്ക് മറക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതിനെതിരെ ഒരു മനുഷ്യൻ എത്ര ശക്തമായി നിലകൊള്ളാം എന്നതും നമുക്ക് ഉത്തമ ബോധ്യം തരുന്ന ഒരു പുസ്തകം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനിയും ഇത്തരത്തിലുള്ള അനേക ശക്തമായ പുസ്തകങ്ങൾ ജീവിത കഥകളിലൂടെയും റിവ്യൂ ആയിട്ടും പുസ്തകപ്പുഴു എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ നൽകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.